മഴതോറും മുമ്പേ സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അലീന സ്റ്റാൻലി ജോസഫിൻ്റെ കൂടെ പോകുന്നുണ്ട്. എസ്റ്റേറ്റിലേക്ക് പോകുന്ന വഴിയും നല്ല കാടും മലകളും ഒക്കെ കയറി കണ്ട് എല്ലാം നടന്നൊക്കെ പോകുന്നത്. അങ്ങനെ നടന്നു പോകുന്ന സമയത്ത് ചോദിക്കുന്നുണ്ട്, എനിക്ക് എല്ലായിടും ഇഷ്ടപ്പെട്ടു, എനിക്ക് ഈ യാത്ര വളരെ ഇഷ്ടപ്പെട്ടു എന്നൊക്കെ വീണ്ടും വീണ്ടും പറയുന്നത് കേട്ടിട്ട് അപ്പച്ചൻ പറയുക, ആണോ, എനിക്കും നിൻ്റെ കൂടെ വന്നപ്പോഴത്തേക്കും എനിക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാനിത് ആദ്യമായിട്ടാണ് എൻ്റെ അടുത്ത് ഇത്രയും നല്ല കളിച്ചിരിയോടെ വന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേട്ടിട്ട് പറയുക, പണ്ട് ഞാൻ പൊന്നമ്മയായിട്ട് പോയ ആ രാവുകളെക്കുറിച്ച് ഞാൻ ആലോചിക്കുകയായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് സ്റ്റാൻലി ജോസഫ് പറയുക, അലീനയെ കണ്ടപ്പോൾ മുതൽ അപ്പച്ചനിപ്പോൾ പണ്ടത്തെ കാര്യം പറയലത്തിലെ കൂടുതലാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അത് ശരിയാ, എൻ്റെ പൊന്നമ്മയെ വാർത്ത് വെച്ചിരിക്കുകയല്ലേ ഈ അലീന മോളെ, അതുകൊണ്ട് ഞാൻ ഒരിടത്തും ഇനി വിട്ടു തരില്ല, നീ ഇനി ഇവിടുന്ന് ഞാൻ പറഞ്ഞയക്കാനേ പാടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേട്ടത് സ്റ്റാൻലി ജോസഫ് പറയുക, ഞാൻ പറഞ്ഞയക്കാനല്ല ഞാൻ മോളെ ഇവിടെ കൊണ്ടുവന്നത്, ഇനി ഞാൻ ഇവിടെ ഒരു വീട്ടുകാരിയെ നല്ല ഒരു സ്വന്തം മകളായിട്ട് ഇത്രയും കാലം ഇല്ലായിരുന്നുവെങ്കിലും എനിക്ക് ഇപ്പം ഒരു സ്വന്തമായിട്ട് ഒരു മോളെ കിട്ടിയിരിക്കുന്നു. ഞാനത് ഞാൻ നല്ല രീതിയിൽ കൊണ്ടുപോകും എന്നൊക്കെ പറയുന്നുണ്ട്. എങ്കിലും നിനക്ക് കൊള്ളാം എന്ന് പറയുന്നുണ്ട് അപ്പച്ചൻ. ആ സമയത്ത് അലീന പറയുക, എനിക്ക് പണ്ടുണ്ടായിരുന്ന ആ ഒരു സമയത്ത് എനിക്ക് ആരുമില്ലായിരുന്നു സ്നേഹം തരാനും ലാളന തരാനും. പക്ഷേ എനിക്കിപ്പോഴത്തേക്കും ഞാൻ ഒരു 22.5 വർഷത്തോളം ഞാൻ ഓർഫനേജിലായിരുന്നു കുറച്ച് ദിവസം. എന്നാൽ ഒരു 6 മാസത്തോളം മാത്രമാണ് ഞാൻ ആ വീട്ടിൽ നിന്നത്. എന്നാൽ അവിടെ നിന്ന് എനിക്ക് കുറേയധികം വഴക്കുകളും അതുപോലെ തന്നെ കുറേയധികം കുറ്റപ്പെടുത്തലും കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. എന്നാൽ എനിക്ക് കുറച്ച് നാളുകൾക്ക് മുമ്പ് വരെ എനിക്ക് എല്ലാവരെയും കിട്ടി സ്നേഹിച്ചു തുടങ്ങി വന്നതാണ്. ആ സമയത്ത് എനിക്ക് അവിടുന്ന് പോകേണ്ട ഒരാവശ്യമായിരുന്നു, അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇന്നിവിടെ നിൽക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. മിണ്ടാതിരിക്കുന്ന പറഞ്ഞ് ദേഷ്യപ്പെടുന്നുണ്ട് സ്റ്റാൻലി ജോസഫ്. ഇത് കേട്ടതും ഭയങ്കര ദേഷ്യത്തിൽ ഞെട്ടി നിൽക്കുന്ന ആ സ്റ്റാൻലിയെ കണ്ടിട്ട് അലീനയ്ക്ക് പേടിയാവുന്നുണ്ട്. ആ സമയത്ത് പറയുക, എന്താ എൻ്റെ അടുത്ത് ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എനിക്ക് ഈ ഓർഫനേജ് എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ എനിക്കാണെങ്കിൽ ദേഷ്യം വരുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. എന്തിനാ ദേഷ്യപ്പെടുന്നത്? നിങ്ങളല്ലേ കാരണക്കാരൻ. എൻ്റെ അച്ഛനാണെങ്കിലും ഇപ്പോഴല്ലേ വന്ന് തിരിഞ്ഞു നോക്കുന്നത്. എന്നാൽ നേരത്തെ ആണെങ്കിൽ ഒരു സ്നേഹം തരാനോ അതുപോലെ തന്നെ ഒരു മോളുണ്ടോ എന്ന് അന്വേഷിച്ചിട്ട് പോലുമില്ല. എന്നിട്ട് ഇപ്പോൾ സ്നേഹം തരാൻ വന്നിരിക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേട്ടത്, എനിക്ക് കേൾക്കണ്ടെന്നല്ലേ പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞ് ബഹളം വയ്ക്കുന്നുണ്ട് സ്റ്റാൻലി ജോസഫ്. എന്നാൽ സ്റ്റാൻലിയുടെ ഈ ഒരു ഒച്ച കേട്ടപ്പോൾ തന്നെ അലീനയ്ക്ക് ഭയങ്കര വിഷമം തോന്നുന്നുണ്ട്. ആ സമയത്ത് പറയുക, എന്നെ ഒന്ന് വീട്ടിലോട്ട് കൊണ്ടുവിട്ടാൽ മതി തിരിച്ച് എന്ന് പറയുന്നുണ്ട്. കൊണ്ടുപോയെടുത്ത് ഞാൻ എപ്പോഴായിരുന്നാലും പോവേണ്ട സ്ഥലം എനിക്ക് കരുതിയിട്ടുണ്ട്, ആ ഓർഫനേജ് തന്നെ ഞാൻ തിരിച്ച് വേണമെങ്കിൽ അങ്ങോട്ട് തന്നെ പൊയ്ക്കോളാം എന്നൊക്കെ പറയുന്നുണ്ട്. എനിക്ക് കേൾക്കണ്ടെന്നല്ലേ പറഞ്ഞത് എന്ന് പറഞ്ഞിട്ട് വീണ്ടും ചൂടാവുന്നുണ്ട്. ആ സമയത്ത് അപ്പച്ചൻ വരുന്നുണ്ട്. എന്താ ഇവിടെ നീ കിടന്ന് അലറുന്നത്, എവിടെ കേൾക്കാം നിൻ്റെ വിളി എന്നൊക്കെ കേൾക്കുന്നുണ്ട്. വീട്ടിലെ പോലെ ഇവിടെ വന്നിട്ട് നീ തുടങ്ങിയോ എന്നൊക്കെ കേൾക്കുന്നുണ്ട്. ഇത് കേട്ടതും പറയുക, എന്നെക്കൊണ്ട് ഇവൾ പറയിപ്പിക്കുക, മിണ്ടാതിരിക്കാൻ പറയപ്പച്ച എന്ന് പറയുന്നുണ്ട്. ഇത്ര നേരം ഒരു കുഴപ്പമില്ലല്ലോ, പിന്നെ എന്താ പറയുന്നത്? അത് പണ്ടത്തെ കാര്യങ്ങളൊന്നും പറയില്ലെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷേ വീണ്ടും വീണ്ടും എൻ്റെ മുന്നിൽ വെച്ച് ഇത് പറയുമ്പോഴത്തേക്കും എനിക്ക് എന്തോന്നില്ലാത്ത ദേഷ്യം വരുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ആ സമയത്ത് അലീനെ ആശ്വസിപ്പിച്ചിട്ട് പറയുന്നുണ്ട് അപ്പച്ചൻ, എന്തായാലും ഒരു കാര്യം മനസ്സിലാക്കണം, അവന് ഇതുപോലത്തെ അവൻ്റെ സ്വഭാവം ആരുടെടുത്തായിരുന്നാലും എൻ്റെ അടുത്തായിരുന്നാലും അപ്പച്ചിയുടെ അടുത്തായിരുന്നാലും പണ്ട് മുതലേ ഇവൻ്റെ സ്വഭാവം ഇങ്ങനെയാണ്, മാറ്റാൻ ഇതുവരെ പറ്റിയില്ല. ഇനി മോള അവനെ മാറ്റിയെടുക്കേണ്ടത് എന്നൊക്കെ പറയുന്നുണ്ട്. എന്ത് പറഞ്ഞിരുന്നാലും ഒരു വല്ലാത്ത സ്വഭാവം, എനിക്ക് പറയാൻ പറ്റില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേട്ടതും അലീന പറയുക, എൻ്റെ അടുത്ത് ഇതുപോലെ ആരും ഇങ്ങനെ പെരുമാറിയിട്ടില്ല, എൻ്റെ അടുത്ത് ആദ്യമായി ഇങ്ങനെയൊക്കെ. അത് സാരമില്ല മോള, ഇനി അവനെ മാറ്റിയെടുക്കേണ്ടത് മോള്, അച്ഛനാ അവൻ എന്നൊക്കെ പറയുന്നുണ്ട്.
അവതക്കുട്ടിയുടെ ഈ വാക്കുകൾ കേട്ട് അലീന പറയുക, ഞാനിനി എങ്ങനെ മാറ്റിയെടുക്കാനാ? എനിക്കാണെങ്കിൽ എന്ത് പറയണമെന്ന് അറിയില്ല. എന്നെ ബാലചന്ദ്രൻ അച്ഛനാണെങ്കിൽ ഇവിടെ കൊണ്ടുവിട്ടു, പക്ഷേ ഇങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. എന്താണെന്നോ എവിടെയാണെന്നോ പോലും പറയാതെ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് എനിക്കിവിടെ കണ്ടപ്പം തന്നെയാണ് എനിക്ക് സത്യം പറഞ്ഞാൽ പേടിയായിപ്പോയായിരുന്നു. ഇപ്പോഴും ഞാൻ ഇന്നിവിടെ പിടിച്ചു നിൽക്കുന്നത് എൻ്റെ ഗതികേട് കൊണ്ടാണ് എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാൽ സ്നേഹിക്കാൻ അറിയാനുള്ള ഒരു മനസ്സുണ്ടെന്ന് എനിക്കറിയാം, പക്ഷേ എനിക്ക് അതുമായിട്ട് പൊരുത്തു പോകാൻ പറ്റുന്നില്ല എന്ന് പറയുന്നുണ്ട്. പൊരുത്തപ്പെട്ട് മോൾ പോയേ പറ്റുള്ളൂ. മോളാണെങ്കിൽ ഇനി ഇവിടെ നിന്ന് ഒരിടത്തും ഞങ്ങൾ വിടില്ല. പിന്നെ അവൻ്റെ ഈ സ്വഭാവം ചില സമയത്ത് ദേഷ്യം വരുമ്പോൾ ഇങ്ങനെ തന്നെയാണ്. ആളാരെന്ന് പോലും അവൻ ഓർക്കാറില്ല. അതുകൊണ്ട് വിഷമിക്കരുത് എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ആ സമയത്ത് മനുവിനെ ഫോൺ ചെയ്യുന്നുണ്ട്. ആ സമയത്ത് ചോദിക്കുക, എന്താ ഇപ്പോഴത്തേക്ക് വിളിക്കാൻ തോന്നിയതല്ലോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അത് എന്താ പറയുക, എനിക്കാണെങ്കിൽ ഇപ്പോൾ ഇവിടെ നിൽക്കണമെന്നേ തോന്നുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. കുറച്ച് മുമ്പ് വിളിച്ചപ്പോൾ അങ്ങനെയല്ലല്ലോ എൻ്റെ പറഞ്ഞത്, പിന്നെ എന്താ ഇപ്പോൾ ഇങ്ങനെ പറയുന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. അത് മുത്തശ്ശനെ കുറിച്ചൊക്കെ നീ പറയാറുണ്ടല്ലോ കുറേ കാര്യങ്ങളൊക്കെ അവിടുത്തെ, ഇപ്പം എന്താ നീ അങ്ങനെ പറയുന്നേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അത് ഇവിടുത്തെ സ്റ്റാൻലി ജോസഫ് എന്ന് പറയുന്ന എൻ്റെ അച്ഛനെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. വല്ലാത്തൊരു ദേഷ്യക്കാരനാണ്. പക്ഷേ ആ സമയത്തുള്ള പേടി കാരണം എനിക്ക് ഞാൻ തന്നെ പേടിച്ചു പോയി. അതൊന്നും കുഴപ്പമില്ല, സ്വന്തം അച്ഛനല്ലേ, നീ എന്തെങ്കിലും പറഞ്ഞിട്ടായിരിക്കും ഇങ്ങനെ ദേഷ്യപ്പെട്ടത് എന്ന് പറയുന്നുണ്ട്. അത് ഞാൻ ഓർഫനേജിൻ്റെ കാര്യം പറയുന്നത് ദേഷ്യമാണ്, നീ എന്തിനാ അതെപ്പോഴും പറയുന്നത് അറിയാമല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഞാൻ വളർന്ന സാഹചര്യം അതെനിക്ക് പറഞ്ഞേ പറ്റൂ. ആണെങ്കിൽ എന്ത് ചെയ്താലും എനിക്ക് പണ്ടത്തെ ഓർമ്മകളെ വരുള്ളൂ. അത് എവിടെ പോയിരുന്നാലും ഞാൻ എങ്ങനെ മാറിയാലും ഞാൻ പണ്ടത്തെ അലീന തന്നെ ആയിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. ഇതൊക്കെ കേട്ടിട്ട് മനു പറയുക, ഇനി ഇതിനെക്കുറിച്ച് വിഷമിക്കേണ്ട ഒരു കാര്യവുമില്ല. നീയാണെങ്കിൽ സ്വന്തം അച്ഛനടുത്ത് എത്തിയിട്ടുണ്ട്, അത് മാത്രം ആലോചിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നുണ്ട്. പിന്നെ ഞങ്ങളുടെ കല്യാണമില്ലേ, അത് നമുക്ക് പെട്ടെന്ന് തന്നെ നടത്താം എല്ലായിടത്തും പറഞ്ഞ്, അപ്പോഴത്തേക്കും ഞാൻ നിന്നെ ഇങ്ങോട്ട് കൊണ്ടുവരുമല്ലോ എന്നൊക്കെ മനു പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നുണ്ട്. ആ സമയത്ത് ചിരിച്ചുകൊണ്ട് ഫോൺ വയ്ക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ബാലചന്ദ്രൻ്റെ വീട്ടിലാണെങ്കിൽ അവിടെ ഒരു വേലക്കാരിയെ അലീനെ പോലെ വേണമെന്ന് വൈജയന്തി ഭയങ്കര വാശി പിടുത്തമായിരുന്നു. പക്ഷേ അതുപോലത്തെ ഒരു അലീനെ പോലുള്ള ഒരു കുട്ടിയെ നിനക്ക് ഒരിക്കലും കിട്ടാൻ പോണില്ല എന്ന് ബാലചന്ദ്രൻ പറഞ്ഞിരുന്നു. എന്നാൽ അലീനയാണെങ്കിൽ അവിടെ ഉണ്ടായിരുന്നപ്പോഴത്തെ ഒന്നിനും ഒരു കുറവുമില്ലാതെയെന്ന് ആ വീട് നോക്കിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോഴത്തേക്ക് ആ ഒരു അവസ്ഥ ഒന്ന് മാറിപ്പോയെന്ന് ബാലചന്ദ്രൻ പറയുന്നുണ്ട്. അതിനെന്താ, ഞാൻ ഒരാളെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്, ഒരു ബ്രോക്കർ മുഖാന്തരം. അങ്ങനെ ഒരു വേലക്കാരി ഇവിടെ എത്തും എന്നൊക്കെ പറയുന്നുണ്ട്. ആര് വന്നിരുന്നാലും നിൻ്റെ കാര്യം മാത്രം നോക്കിയാൽ മതി, നമ്മുടെ കാര്യം നോക്കാൻ ഞങ്ങൾക്കറിയാം എന്നൊക്കെ പറയുന്നുണ്ട്. ഞങ്ങളെന്ന് ഉദ്ദേശിച്ചാൽ നിങ്ങൾ ആരെയെ പറഞ്ഞേ, മക്കൾക്കും അറിയാം, അതുപോലെ നിൻ്റെ കാര്യം മാത്രം നീ നോക്കിയാൽ മതി, വേലക്കാരി എടുത്ത് പറഞ്ഞിട്ട്. അതുപോലെ തന്നെ ശമ്പളവും നീ തന്നെ കൊടുക്കണം, എന്നെക്കൊണ്ട് നീ കൊടുപ്പിക്കരുത് എന്നൊക്കെ ബാലചന്ദ്രൻ പറയുന്നുണ്ട്. ഇത് കേട്ടതും ദേഷ്യത്തോട് അകത്ത് കയറി പോകുന്നുണ്ട്. ആ സമയത്ത് ആ വേലക്കാരി വരുന്നുണ്ട്. വന്ന ഉടനെ ബബിതയും കൃഷ്ണയും ചോദിക്കുക, ഇവിടെയാണെങ്കിൽ ജോലിക്ക് വരുന്നതൊക്കെ കൊള്ളാം, എന്തായാലും തടിയും കമ്പും അതുപോലെ തന്നെയാണ് പല മാരകായുധങ്ങളും കൊണ്ടാണോ ഇങ്ങോട്ട് വന്നിട്ടുള്ളത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇത് കേട്ടത് ഞെട്ടി നിൽക്കുന്നുണ്ട് ആ വേലക്കാരി. എന്താ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അത് ഇവിടെ പിടിച്ചു നിൽക്കണമെങ്കിൽ ഇതെല്ലാം ഉണ്ടെങ്കിലേ പറ്റുള്ളൂ എന്ന് പറയുന്നുണ്ട്. ഇത് കേട്ടുകൊണ്ട് വന്ന വൈജയന്തി പറയുക, കൃഷ്ണയുടെ അടുത്ത്, നീ എന്താ ഇവരുടെ അടുത്ത് പറഞ്ഞുകൊണ്ട് നിൽക്കുന്നേ? അത് അമ്മയുടെ അടുത്ത് പിടിച്ചു നിൽക്കാൻ പറ്റിയ എന്തെങ്കിലും ഒരു സാധനം ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ടോയെന്ന് അറിയാൻ വേണ്ടിയാ. നീ ഇവരെ പറഞ്ഞ് പേടിപ്പിക്കുകയൊന്നും ചെയ്യരുത്, അത്രയ്ക്ക് മൃഗമൊന്നുമല്ല ഞാനെന്നൊക്കെ പറയുന്നുണ്ട്. എന്നാൽ പണ്ട് അങ്ങനെയല്ലായിരുന്നല്ലോ അമ്മ, പിന്നെ എന്താ ഇപ്പോൾ ഒരു മാറ്റം എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അത് എനിക്ക് ഇഷ്ടമില്ലാത്ത ആൾക്കാർ വന്നാൽ ഞാൻ പെരുമാറുന്ന രീതി വേറെ ആയിരിക്കും, പക്ഷേ ഇത് ഞാൻ ഇഷ്ടപ്പെട്ട് ഞാൻ കൊണ്ടുവന്ന വേലക്കാരിയാണ്, അവരുടെ അടുത്ത് ഞാൻ ഇങ്ങനെയല്ലായിരിക്കും പെരുമാറുന്നത്, അത് നിങ്ങൾ മനസ്സിലാക്കിയാണ് സംസാരിക്കാൻ എന്നൊക്കെ പറയുന്നുണ്ട്. അതുമാത്രമല്ല, ഇവരെ ഓട്ടിക്കാനെന്ന് പറഞ്ഞ് നിങ്ങൾ നോക്കുകയും വേണ്ട എന്നൊക്കെ പിള്ളേരെടുത്ത് പറയുന്നുണ്ട്. കൃഷ്ണ പറയുക, എനിക്കാണെങ്കിൽ ഒരു കാര്യം അമ്മയടുത്ത് പറയാനുള്ളത്, അച്ഛൻ്റെ കാര്യവും ഞങ്ങളുടെ കാര്യവും നോക്കിയിരുന്നു ഒരു അലീന ചേച്ചി, പക്ഷേ ഇവർ നോക്കും പോലെ എത്രയൊന്നും ആവില്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് താല്പര്യവുമില്ല, ഞങ്ങളെ സ്വന്തം കാര്യം ഞങ്ങൾക്ക് നോക്കാൻ അറിയാം, അമ്മയ്ക്കല്ലേ വേലക്കാരി ആവശ്യം, അമ്മ വെച്ചിരുന്നോ എന്നൊക്കെ പറയുന്നുണ്ട്.
പക്ഷേ ഫുഡ് ഉണ്ടാക്കുന്നത് ആരുണ്ടാക്കി തന്നാലെന്താ, നമുക്കാണെങ്കിൽ അലീന ചേച്ചി ഉണ്ടാക്കുന്നതിൻ്റെ ആ സ്വാദ് തന്നെ വേറെ. ഒരു ചായ കുടിച്ചാലും അതുപോലെ തന്നെയാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അത് ശരിയാ എന്ന് രോഹിത് പറയുന്നത് കേട്ടിട്ട് പറയുക, എന്നാൽ പിന്നെ നിങ്ങളെന്തിനാ പറഞ്ഞു വിട്ടത് അവളെ? അത് അമ്മ വരണമെങ്കിൽ അലീന ചേച്ചി ഇവിടെ നിന്ന് പോകണമെന്ന് ഡിമാൻഡ് ആയിരുന്നില്ലേ? പിന്നെ എന്തിനാ അമ്മ ഇപ്പോൾ ഇങ്ങനെയൊക്കെ പറയുന്നേ? അമ്മയ്ക്ക് ഇപ്പോഴത്തേക്ക് ഒരു സ്ഥിരത ഇല്ലെന്ന് തോന്നുന്നു കേട്ടോ എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് ബബിത പറയുക, എന്തായാലും ശരി, അമ്മയുടെ ഈ മാറ്റം ഒന്ന് വലുതാണെന്നാ എനിക്ക് തോന്നുന്നത്. ഇവിടെ വന്നേ പിന്നെ അലീന ചേച്ചിയുടെ കാര്യം പറഞ്ഞിട്ടേ ഇല്ല. എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും വഴക്കിനെയാണ് പണ്ട് വന്നുകൊണ്ടിരുന്നത്. പക്ഷേ ഈ വീട്ടിൽ ഇല്ലല്ലോ എന്നുള്ളൊരാശ്വാസം അമ്മയുടെ മുഖത്തുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അത് ശരിയാ, ഇനി ഇവിടെ ഈ വീട്ടിനകത്ത് അവളെ കയറ്റി പോരുത് എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് കൃഷ്ണ പറയുക, ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ, വന്നിട്ടെങ്കിലും ഒരു ദിവസമെങ്കിലും വന്നിട്ട് പോവാനൊന്ന് പറയണം എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് വൈജയന്തി പറയുക, എന്തിനാ ഇവിടെ വരുന്നത്? എനിക്കിഷ്ടമല്ല, ഇനി ഈ വീട്ടിന് പടി അവൾ ചവിട്ടാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. എന്നാലും വരട്ടെ, വന്ന് പോട്ടെ എന്നൊക്കെ പറയുന്നുണ്ട്. അതിന് എവിടെയാണെന്ന് അറിയാമോ നിങ്ങൾക്ക്? ഇത്തിരി ദൂരെ എന്നല്ലേ പറഞ്ഞു കേട്ടെ, പിന്നെ പെട്ടെന്ന് വരാനൊക്കെ പറ്റുമോ അവൾക്ക്? വന്നിരുന്നാലും ശരി, എൻ്റെ കയ്യിൽ നിന്ന് അവൻ മേടിച്ചിട്ടേ പോവുള്ളൂ. അതുകൊണ്ട് ചുമ്മാ എന്തിനാ അവിടെ നിന്ന് പഴിച്ചു പോട്ടെ എന്നൊക്കെ പറയുന്നുണ്ട്. എവിടെയായിരുന്നാലും ജീവിച്ചു പോകുമെന്ന് ഞങ്ങൾക്കറിയാം ആ ചേച്ചി, പക്ഷേ അമ്മയുടെ കാര്യം ആലോചിച്ചിട്ടാണ് ഞങ്ങൾക്ക് ടെൻഷൻ എന്നൊക്കെ പറയുന്നുണ്ട് കൃഷ്ണ. ഇത് കേട്ടതും വൈജയന്തി പറയുക, എന്നെക്കുറിച്ച് പറയാൻ വേണ്ടി നിങ്ങളെന്തിനാ ഇത്രത്തോളം വഴക്കും വക്കാണോ അച്ഛൻ്റെ കൂട്ടത്ത് നിൽക്കുന്നതെന്ന് എനിക്ക് ഇതുവരെയായിട്ട് മനസ്സിലാവുന്നില്ല. ആ സമയത്ത് കൃഷ്ണ പറയുന്നുണ്ട്, അത് മനസ്സിലാക്കുന്ന ഒരു ദിവസം അമ്മയ്ക്ക് വരും, അന്ന് മനസ്സിലാക്കും ഞങ്ങളുടെ വിലയും ആ ചേച്ചിയുടെ വിലയും എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് ബാലചന്ദ്രൻ പറയുക, ഞാൻ അലീനയെ വിളിച്ചിരുന്നു. അലീന ഒരു യാത്രയില ആ വീട്ടുകാരുമൊത്ത്. എന്തായാലും വരുമോ എങ്കിൽ ഇങ്ങോട്ടൊന്ന് കയറാമെന്ന് പറഞ്ഞിട്ടുണ്ട്. വരാൻ വേണ്ടി ഞാൻ വിളിക്കട്ടെ, നിങ്ങൾക്കാർക്കെങ്കിൽ ഇഷ്ടം എന്തുകൊണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് പറയുക വൈജയന്തി, ഇവിടെ ഒരു മനുഷ്യരും ഇവിടെ വരാൻ പാടില്ല. അലീനയെന്ന് പറയണ അവള് ഇവിടെ വരാനേ പാടില്ല. അതൊന്ന് നിൻ്റെ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞേക്കെന്ന് പറയുന്നുണ്ട്. എന്തായാലും വന്നിട്ട് പോട്ടെ അമ്മേ. അമ്മ എന്തിനാ ഇവിടെ നിൽക്കാനല്ലല്ലോ വരുന്നത്, ഞങ്ങൾക്കൊന്ന് കാണണം. പോയ ദിവസം മുതൽ ഞങ്ങൾക്ക് വല്ലാത്തൊരു വിഷമോ എന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ പോയിട്ട് പോലും ഇത്രയും വിഷമം നിങ്ങൾക്ക് തോന്നിയില്ല. ഇപ്പം എവിടെ നിന്നോ വന്ന ഒരു പെണ്ണിനെ കണ്ടിട്ട് വിഷമോന്ന് പോലും മിണ്ടിപ്പോരുത്, എല്ലാവരും അകത്ത് കയറി പൊയ്ക്കോ എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുന്നുണ്ട്. ഇത് കേട്ടിട്ട് ബാലചന്ദ്രൻ പറയുക, നീ എന്തിനാ വഴക്ക് പറയുന്ന ആ മക്കളെ? നിനക്ക് എങ്ങനെ തോന്നുന്നു എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇത്രയും ദുഷ്ട സ്ത്രീയാണോ നീ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് വേലക്കാരി അവിടെ നിന്ന് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോഴത്തേക്കും പറയുക, ഇതാ സ്വഭാവം നിങ്ങളെ കൊച്ചമ്മയുടെ. അത് മനസ്സിലാക്കിയാണ് നിങ്ങളിവിടെ ജോലി ചെയ്യാനും വരുന്നവരെ എല്ലാവരും ഓടിച്ചിട്ടേ ഉള്ളൂ. ഇനി നിങ്ങളിനി എത്ര കാലം ഉണ്ടാവുമെന്ന് അറിയില്ല എന്നൊക്കെ വേലക്കാരിയെടുത്ത് പറയുന്ന കേട്ടിട്ട് വൈജയന്തി ദേഷ്യപ്പെടുന്നുണ്ട് ബാലചന്ദ്രൻ്റെ അടുത്ത്. എന്തിനാ ഇവരുടെ അടുത്ത് ഇങ്ങനെയൊക്കെ പറയാൻ പോകുന്നത്? നിങ്ങൾക്ക് വല്ല കുഴപ്പമുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്തായാലും അവളെപ്പോലെയല്ല ഈ വരുന്ന ആൾക്കാർ, അത് നിങ്ങൾ മനസ്സിലാക്കണം. അവളെ പോലെ അധികാരം കാണിക്കണമെന്നും ഇവർ കാണില്ല എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും നിങ്ങളൊന്ന് സൂക്ഷിച്ചിരിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ബാലചന്ദ്രൻ കയറി പോകുന്നുണ്ട് അകത്തേക്ക്. ആ സമയത്ത് വേലക്കാരി ഇങ്ങനെ ആലോചിച്ച് നിൽക്കുക, എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? മക്കളും അച്ഛനും ഒറ്റക്കെട്ടായിട്ട് നിന്നത് ഇങ്ങനെ പറയണമെങ്കിൽ എന്തെങ്കിലും കാര്യം ഉണ്ടാകുമല്ലോ എന്ന് വേലക്കാരി ചിന്തിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ബാലചന്ദ്രൻ വിളിക്കുവാണ് അലീനയെ വിളിച്ചിട്ട് വിശേഷങ്ങൾ അന്വേഷിക്കുകയും അതുപോലെ തന്നെയാണ് അലീന പറഞ്ഞു, എത്രയും പെട്ടെന്ന് എനിക്കാണെങ്കിൽ ഇവിടുന്ന് കുറച്ച് ദൂരമേ ഉള്ളൂ അങ്ങോട്ടേക്ക് വരാൻ, എനിക്ക് വരണമെന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ എന്താ ഇങ്ങോട്ട് വന്നേക്ക് എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അലീന അവിടേക്ക് വരാൻ വേണ്ടി ഒരുങ്ങാൻ പോകുന്നതാണ്. അങ്ങനെ വരാൻ വേണ്ടി ഇറങ്ങുന്ന സമയത്ത് ബാലചന്ദ്രൻ്റെ അടുത്ത് പറയുന്നുണ്ട്, ഞാനാണെങ്കിൽ ഒരു കാര്യമുണ്ട്, അവർ വരത്തില്ല വിളിച്ചിട്ട്. സ്റ്റാൻലി ജോസഫും അതുപോലെ തന്നെ അപ്പച്ചനും പറഞ്ഞു, ഞങ്ങളാണെങ്കിൽ ഒരിടത്തും വരുന്നില്ല. ഇനി ഇവിടുന്ന് കുറച്ച് ദിവസം കഴിഞ്ഞിട്ടേ നമ്മളിവിടുന്ന് പോവുള്ളൂ ഈ എസ്റ്റേറ്റിൽ നിന്ന്. അതുകൊണ്ട് തന്നെ മോക്ക് ആരെയും കാണണമെന്നുണ്ടെങ്കിൽ പോയി കണ്ടിട്ട് വന്നാൽ മതി. പിന്നെ അപ്പച്ചൻ വേണമെങ്കിൽ കൂടെ വരാം.
എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് അപ്പച്ചൻ്റെ അടുത്ത് പറയുക, ഞാൻ പോകുന്നത് ഇതുപോലെ അലീന എന്ന് പറയുന്ന നിങ്ങളെ മരുമോള് എന്ന് വെച്ചാൽ എൻ്റെ അച്ഛൻ്റെ ആ കാമുകി എന്ന് പറയുന്ന എൻ്റെ അമ്മയാ, അവർ താമസിക്കുന്ന വീട്ടിലോട്ടാ, അങ്ങോട്ടേക്ക് വരുന്നോ എന്ന് ചോദിക്കുന്നുണ്ട്. അത് കേട്ടതും ഭയങ്കരമായിട്ട് മുഖമൊക്കെ മാറി കുനിഞ്ഞ് നിൽക്കുന്നുണ്ട്. എന്തായാലും പോണമെന്നുണ്ടെങ്കിൽ നാളെ നീ പൊയ്ക്കോ, ഞാനാണെങ്കിൽ പുറത്തേക്ക് വന്ന് നിൽക്കാം എന്നൊക്കെ അവതക്കുട്ടി പറയുന്നുണ്ട് അലീനയെടുത്ത്. എന്തായാലും ഇപ്പോഴത്തേക്കും വല്ലതും കഴിച്ചിട്ട് കിടന്ന് ഉറങ്ങാൻ നോക്ക് എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ടും വിളിച്ചിട്ട് വന്നില്ല അലീന കഴിക്കാൻ. എന്തായാലും സാൻഡി ജോസഫിന്റെ ആ ദേഷ്യപ്പെടല് അലീനയ്ക്ക് വല്ലാത്ത വിഷമം തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ആഹാരം കഴിക്കാൻ പോകാതിരുന്ന സമയത്ത് സ്റ്റാൻലി ജോസഫ് വന്ന് വിളിക്കുന്നുണ്ട്, വന്ന് ഫുഡ് കഴിക്കണം, ആരടുത്തും പിണങ്ങി ഇങ്ങനെ ഇരിക്കാൻ പാടില്ല, ദേഷ്യം വരുമ്പോഴത്തേക്കും എന്താ പറയുന്നതെന്ന് എനിക്കറിയില്ല, ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് ക്ഷമിക്കണം എന്ന് പറഞ്ഞിട്ട് അലീനയെ വിളിച്ചിട്ട് ആഹാരം കഴിക്കാൻ പോകുന്നുണ്ട്. ആഹാരം കഴിക്കാൻ പോകുന്ന സമയത്ത് പറയുക, എൻ്റെ സ്വഭാവത്തിൽ വന്ന മാറ്റം ഇനി ഒരിക്കലും മാറില്ല എന്നാ തോന്നുന്നത്, എനിക്ക് എന്താ ഞാൻ ചെയ്യുക, അതുകൊണ്ട് മോള് വിഷമിക്കരുത്, എനിപ്പോഴും ഇങ്ങനെ ഓഫനേജ് എന്ന് പറഞ്ഞ് പണ്ടത്തെ കാര്യം എൻ്റെ അടുത്ത് ഒരിക്കലും പറയരുത് ഇനിയെങ്കിലും എന്ന് പറയുന്നുണ്ട്. അതെനിക്ക് പറഞ്ഞു പോവും, ഞാനാണെങ്കിൽ വളർന്ന സാഹചര്യമാണ് പറയുന്നത്, ഏത് രീതിയായിരുന്നാലും ശരി തന്നെയാ, ഇപ്പോൾ അങ്ങനെയല്ലല്ലോ, അതനുസരിച്ച് പോവാൻ മോള് പഠിക്കണം, എനിക്ക് അത്രേ പറയാനുള്ളൂ. കഴിക്കുന്ന സമയത്ത് ഞാൻ ഇനി കൂടുതലൊന്നും പറയുന്നില്ല, ഇനിയെങ്കിലും പിണങ്ങാതെ ഇനി സന്തോഷത്തോടെ ഇത്രയും നാൾ പോവാൻ നോക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. ഇവിടെ ഇനി കുറച്ചു നാള് എല്ലായിടം മോളെ കൊണ്ട് കാണിച്ചിട്ട് പതുക്കെ നമുക്ക് പോകാമെന്നൊക്കെ പറഞ്ഞിട്ട് കിടന്നുറങ്ങാൻ കിടക്കുക. ആ സമയത്ത് അവിടെ ബാലചന്ദ്രന്റെ വീട്ടിലെ എല്ലാ ജോലികളും രാത്രി ഒരുക്കിയിട്ട് വെള്ളമെടുത്ത് വൈജയന്തിയുടെ മുറിയിലേക്ക് വെക്കാൻ വേണ്ടി വേലക്കാരി പോവുക. ആ സമയത്ത് കൃഷ്ണ പറയുക, പതുക്കെ പോണം കേട്ടോ, അടിച്ചിടാനും മടിക്കാത്ത സ്ത്രീയ എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് ഭവിത പറയുക, അത് ശരിയാ, നിങ്ങൾ സൂക്ഷിക്കണം കേട്ടോ എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ട് പേടിച്ചു പോകുന്നുണ്ട്. ഉടനെ തന്നെ വൈജയന്തിയുടെ അടുത്ത് പോയി പറയുന്നുണ്ട്, ഇങ്ങനെയൊക്കെ അവർ പറയുന്ന എന്താ കാര്യമെന്ന്, അതൊന്നും വകവെക്കേണ്ട കാര്യമില്ല, അവര് നിങ്ങളെ എങ്ങനെയെങ്കിലും ഇവിടുന്ന് ഓട്ടിക്കാൻ്റെ കാര്യമാണ് നോക്കുന്നത്, അതുകൊണ്ട് അവർ പറയുന്നതൊന്നും ശ്രദ്ധിക്കാതെ എൻ്റെ കാര്യങ്ങൾ മാത്രം നോക്കിയാൽ മതി എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേട്ടിട്ട് വൈജയന്തി പുറത്തേക്ക് വന്നിട്ട് പറയുക, ഞാൻ പറഞ്ഞിട്ടുണ്ട് അവരുടെ അടുത്ത് അനാവശ്യങ്ങളൊന്നും പറയരുതെന്ന്. ഇത് കേട്ടതും പറയാ, അനാവശ്യമല്ല, സത്യമല്ലേ പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞിട്ട് പെട്ടെന്ന് എല്ലാവരും അവരവരുടെ മുറിയിൽ കിടക്കാനേക്ക് പോകുന്നുണ്ട്. അങ്ങനെ വൈജയന്തി രാത്രി കിടന്നുറങ്ങാൻ പോവുകയാണ്. ആ സമയത്ത് ഒരു സ്വപ്നം കാണുന്നുണ്ട്, അലീന ഈ വീട്ടിലേക്ക് തിരിച്ചു വരുന്നതും അതുപോലെ തന്നെ അലീനയെ കാല് പിടിക്കുന്ന ഒരു രംഗം കാണുന്നുണ്ട്. ഇത് കണ്ടിട്ട് വൈജയന്തി ഞെട്ടി ഉണരുന്നുണ്ട്. രാത്രി കിടന്ന് വിളിച്ചിട്ടാ ഞെട്ടി ഉണരുന്നത്. ഇത് കേട്ടിട്ട് പുറത്തുനിന്ന് ആ ബാലചന്ദ്രൻ വരുന്നുണ്ട്. എന്താ ഇവിടെ വിളിക്കുന്ന ശബ്ദം കേട്ടതെന്ന്. ഇല്ല, ഞാനാണെങ്കിൽ ഒന്നും വിളിച്ചില്ലല്ലോ എന്നൊക്കെ ബാലചന്ദ്രൻ റൂമിലോട്ട് വന്നപ്പോൾ ചോദിക്കുന്നുണ്ട്. പിന്നെ ഇവിടെ നിന്ന് ബഹളം കേട്ടിട്ടാ ഞാൻ വന്നത്, എന്താന്ന് ചോദിക്കുന്നുണ്ട്. അത് ഞാനൊരു സ്വപ്നം കണ്ടു. എന്ത് സ്വപ്നം എന്ന് ചോദിക്കുന്നുണ്ട്. ആ നശിച്ചവള് ഈ വീട്ടിൽ നിന്ന് പോയിട്ടും പിന്നെ എന്തിനാ അവൾ എൻ്റെ സ്വപ്നത്തിലേക്ക് വരുന്നത് എന്ന് പറയുന്നുണ്ട്. ആരെ കണ്ടത്? അലീനയാണോ നീ സ്വപ്നം കണ്ടത്? അതെ, അവളെ കാല് പിടിക്കുന്നേട്ടാ ഞാൻ സ്വപ്നം കണ്ടത് എന്നൊക്കെ പറയുന്നുണ്ട്. അവള് നിന്റെ കാല് പിടിക്കുന്നുണ്ടോ? നീ അവളെ കാല് പിടിക്കുന്നുണ്ടോ? എന്നാലും കൊള്ളാം, അത് സത്യമായിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേട്ടതും ഉടനെ തന്നെ, നിങ്ങൾ ആക്കിയൊന്നും എൻ്റെ അടുത്ത് സംസാരിക്കണ്ട, വെച്ച് പറച്ചില്ല നിങ്ങൾക്ക് ഇത്തിരി കൂടുതലാന്ന് എനിക്കറിയാം, പക്ഷെ അതൊന്നും എൻ്റെ അടുത്ത് എടുക്കണ്ട, ആ സ്വപ്നത്തിൽ പോലും എന്നെ അവള് വിടുന്നില്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. അവള് നിന്നെ ഒരിക്കലും വിടില്ല, നിന്റെ കൂടെ തന്നെ എപ്പോഴും കാണും എന്നൊക്കെ പറഞ്ഞിട്ട് പോകുന്നുണ്ട്. എന്തായാലും ഇനി എന്തുകൊണ്ടാന്ന് അറിയത്തില്ല അവളെ സ്വപ്നം ഞാൻ കണ്ടുകൊണ്ടിരുന്നത് എന്നൊക്കെ പറഞ്ഞ് എഴുന്നേറ്റ് നടക്കുന്നുണ്ട് വൈജയന്തി.